അല്ലെങ്കിൽ ഒരു ബീഫ് ബിരിയാണി ആര് തിന്ന് കാണിച്ചാൽ എന്ത് പ്രശ്നം? ബീഫ് എന്ന് പറഞ്ഞാൽ പശു എന്നല്ല. ഞാൻ ബേസിക്കലായിട്ട് പശു ഇറച്ചി കഴിക്കില്ല. പശുവിനെ ദൈവം അംഗീകരിച്ചുകൊണ്ടല്ല, അത് നമ്മളൊരു ഓമനത്തുള്ള ഒരു ഇപ്പോൾ മുയലിറച്ചി ഞാൻ കഴിക്കില്ല, അതുപോലെ പശുവിൻ്റെ ഇറച്ചും കഴിക്കില്ല. അപ്പോൾ ബീഫ് എന്ന് പറഞ്ഞാൽ പശുവല്ല എന്ന് ഇത് പറയുന്നവർക്കറിയാം. ബീഫ് ബിരിയാണി എന്ന് പറഞ്ഞാൽ പോത്ത് ബിരിയാണിയാണ്. പശു ഇറച്ചിയിട്ട് ബിരിയാണി വെക്കുന്നത് ഞാൻ നല്ല കുക്ക് ചെയ്യുന്നതാണ്. എനിക്ക് പോലും അറിയില്ല പശു ഇറച്ചിയിട്ട് ബിരിയാണി വെക്കാൻ പറ്റില്ല, കാരണം അത് ഉടഞ്ഞു പോകും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. നല്ല ഉറപ്പുള്ള ഇറച്ചി പോത്തിൻ്റെ അത് കിട്ടിയതാകെ. അപ്പോൾ ബീഫ് ഒന്നും അങ്ങനെ അവർ എതിർത്തു. ബീഫ് ബിരിയാണി വെക്കുന്ന അല്ല കഴിക്കുന്ന രംഗം ഈ സിനിമയിൽ പാടില്ല. ആ ബീഫ് ബിരിയാണിയിൽ 12 പേരാണ് കഴിക്കുന്നത്. അതിൽ 11 മുസ്ലിം ക്യാരക്ടേഴ്സും ഒരു ഹിന്ദു ക്യാരക്ടറും. ഇനി അവർക്ക് നിർബന്ധപൂർവ്വം വേണമെങ്കിൽ പറയാം, ഞങ്ങൾ സമുദായം ബീഫ് കഴിക്കില്ല, ആ ഹിന്ദുവിനെ മാറ്റിയിട്ട് നിങ്ങളെന്താ വെച്ചാൽ കഴിച്ചോ, അങ്ങനെയാണെങ്കിലും ഓക്കെ ആയിരുന്നു. അതിന് സീൻ കട്ട് ചെയ്യണ്ടല്ലോ. അപ്പോൾ ഉദ്ദേശിക്കുന്ന അജണ്ട എന്ന് പറഞ്ഞാൽ ഈ മെസ്സേജ് നാളെ വരുന്ന സിനിമ എന്തായാലും ഞങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിനെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അവർ തീരുമാനിക്കട്ടെ. ഹൈക്കോടതി ജസ്റ്റിസോ അഡ്വക്കേറ്റ് കമ്മീഷനോ ആരാച്ച് വന്ന് കണ്ടിട്ട് ഇതിൽ മെസ്സേജ് ഉണ്ട്, വരും തലമുറ കാണേണ്ട സിനിമയാണ് എന്ന് കരുതിയാൽ ഈ സിനിമ പുറത്തിറങ്ങുമ്പോൾ പൊതു ജനങ്ങൾ കാണട്ടെ.